ഡിജിറ്റൽ സിനിമ വന്നത് എന്നെ പോലത്തുള്ള ആക്ടേഴ്സിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. നമ്മളൊരു വൺ ടേക്ക് ആർട്ടിസ്റ്റ് ഒന്നുമല്ല. പിന്നെ അവരും ഇപ്പം ഞാൻ ഓർക്കുന്നത് വെച്ചാൽ എൻ്റെ തമാശകൾ ഞാനിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ പുറത്തുള്ള ആൾക്കാരുടെ ഇങ്ങനെ വേണ്ട തമാശകൾ പറയാറില്ല. എന്നുവെച്ചാൽ അത് വർക്കാവില്ലെന്ന് എനിക്കറിയാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അനു ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ലഞ്ചും അനു ഉണ്ടാക്കും. അല്ല അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഞാൻ ഉണ്ടാക്കും. അല്ലല്ല, ഞാൻ അതിലേക്ക് വരുവാണ്. ഈ സൗന്ദര്യപ്പണക്കം ഉള്ള സമയത്ത് എനിക്ക് ഫുഡ് തരേണ്ടെന്ന് ഒരിക്കില്ല. അതൊക്കെ കൃത്യസമയത്ത് ഞാൻ പോയി അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നാലും അപ്പോൾ എനിക്ക് പുട്ടും കടലയും വരും. പുട്ടും കടലയും വരും. അന്ന് പുട്ടും കടലയും കഴിച്ചിട്ടാണ് ഞാൻ വന്നത് അല്ലേ. പക്ഷെ പുട്ടിൻ്റെ കൂടെ മീൻകറി, ബീഫ് കറി, ടേസ്റ്റ് ഇത്രയും മാറി. അതെ അതെ, ചിക്കൻ കറി, പുട്ടിനോട് പിന്നെ എന്തും കറി എല്ലാം പോകും. അപ്പൊ ഈ കടത്തിനോടുള്ള ബന്ധം എന്താണ്? ഭരതനാട്യത്തിൽ മൊത്തം തോമസേട്ടനെ ഇറക്കിയിരിക്കണം, ഞാനൊന്നും ഇറക്കിയിട്ടില്ല. സക്സസ്സിനെ എയിം ചെയ്യില്ല നമ്മൾ. ഇത് 3 ഇഡിയറ്റ്സിലെ ആ ഒരു ഡയലോഗ് ഇല്ലേ, അത് ഭയങ്കര ലെസൺ ആണ് കേട്ടോ. അപ്നെ ആപ്കോ കാബിൽ ബനാओ, കാമയാബി അപ്നെ ആപ് പീछे आएगी. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ഷോ. സൈജു, താങ്ക് യു. ഞാനേ കഴിഞ്ഞ ഹാപ്പിനെസ് പ്രോജക്റ്റിൻ്റെ അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് യുവർ ഡ്രീം എന്ന്. അന്ന് സൈജു പറയുന്ന ഉത്തരം ഓർമ്മയുണ്ടോ? അയ്യോ, ഓർമ്മയില്ല. ഡ്രീംസ് മാറും. അന്ന് പറഞ്ഞതാണ് എനിക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊരാഗ്രഹം അന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 5-6 years ago. ആൻഡ് യു ആർ ഒരു ഡെബ്യൂട്ടാ പ്രൊഡ്യൂസർ now. So I feel എനിക്ക് എന്തോ I feel very happy today. കാരണം അന്ന് ആ കോൺവെർസേഷൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമുക്കിപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യുന്നത്. എക്സാക്ട്ലി. ആക്ടർ പ്രിപ്പയർസ് എന്നൊക്കെ പറയുന്ന പോലെ ഈ പ്രൊഡ്യൂസർ കേസെ പ്രിപ്പയർ കെട്ടാ ഹൈ പത്തായി. നാഗ്പൂരിലൊക്കെ ജീവിച്ച ആളല്ലേ, കുറച്ച് ഹിന്ദിയൊക്കെ ആവാം നമുക്ക്. പ്രൊഡക്ഷനെ പറ്റി എനിക്ക് ഒരുപാട് ഐഡിയ ഒന്നുമില്ല. അതായത് എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. നമ്മൾ ഈ കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം, അല്ലാണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ബിക്കോസ് ആക്ടറാണല്ലോ ഞാൻ, എല്ലാ സിനിമകളിലും ആക്ടറാണ്. പ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടുന്നതല്ലാണ്ട് പ്രാക്ടിക്കലി എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും നോക്കാനും പോയിട്ടില്ല. പക്ഷേ ഇപ്പം എന്താണ്, നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കുക, അതായത് പ്രൊഡ്യൂസർ ആകാൻ ഡ്രീം ചെയ്തിട്ട് ഇതൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഉറപ്പുണ്ട്. ഇല്ല, അങ്ങനെ ഒരു ഭീകരമായിട്ട് പഠിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴും ലൊക്കേഷനിലാണ്, അപ്പം പഠിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ചോദിച്ചാൽ പഠിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമുക്ക് പഠിക്കാൻ വേറെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പഠിത്തത്തിൽ ആയത് കാരണം വേറെ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് എനിക്ക് വിശ്വാസമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അവരുമായിട്ടൊക്കെ പാർട്ണർഷിപ്പ് ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. സോ അങ്ങനെ ഒരാളാണ് തോമസ് തിരുവല്ല, അദ്ദേഹത്തിൻ്റെ തോമസ് തിരുവല്ല ഫിലിംസ്. അപ്പോൾ ഞാൻ ഓസ്ലർ എന്ന് പറഞ്ഞ പടം ചെയ്യുന്ന സമയത്ത്, ആ സമയത്താണ് കൃഷ്ണദാസ് മുരളി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിക്കുന്നതും ഒരു കഥ പറയാനുണ്ടെന്ന് പറയുന്നതും. അപ്പോൾ ഓസ്ലറിൽ സിൻസ് ഞാൻ എൻ്റെ അകത്ത് ഊമയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഡയലോഗ്സ് ഒന്നുമില്ല, അപ്പം ഒരുപാട് സമയമുണ്ട് എനിക്ക്. സോ ഐ ആസ്ക്ഡ് ഹിം ടു കം ടു ദ ലൊക്കേഷൻ. സോ ഹീസ് ഫ്രം ഗുരുവായൂർ ആൻഡ് ഐ വാസ് ഷൂട്ടിംഗ് ഇൻ തൃശ്ശൂർ. ഹി കെയിം ദർ. ഒരു 15-20 മിനിറ്റിൽ എനിക്ക് ഒരു നരേഷൻ തന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലെന്ത് സാധനമാണ് ഇഷ്ടപ്പെട്ടത്? അതാണ് അതിൻ്റെ സസ്പെൻസ്. അയ്യോ, സസ്പെൻസ് ആൻഡ് ട്വിസ്റ്റ് ആണ്. ഓ ഓക്കെ. അപ്പം നമ്മൾ ജനറലി ഇങ്ങനത്തെ ഒരു പടം, ഇപ്പം ഭരതനാട്യം എന്നാണ് പടത്തിൻ്റെ പേര്, ഇതൊരു ഫാമിലി കോമഡി എൻ്റർടൈനറാണ്. ഓക്കെ, ബട്ട് ഇത് അങ്ങനെ മാത്രം നമുക്ക് എടുക്കാനും പറ്റില്ല. വേറെ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. ഞാൻ വേറൊരു ലെവലിൽ നിൽക്കുന്ന സിനിമയെന്ന് ചിലപ്പം എൻ്റെ അബദ്ധത്തിൽ എൻ്റെ വായിന്ന് വന്നാൽ ഇത് പിന്നെ ആൾക്കാർ പിന്നെ കോട്ട് ചെയ്യും. സ്വന്തമായിട്ട് അഭിനയിച്ച് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടത്തിന് വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊക്കി പറയാന്ന് പറയും. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനു മുമ്പ് വേറെ സ്ക്രിപ്റ്റ്സും വന്നിട്ടുണ്ടായിരിക്കുമല്ലോ? യെസ്, ഡെഫിനറ്റ്ലി കൺസിഡറും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. പക്ഷെ ഇത് തന്നെ തിരഞ്ഞെടുത്തു. കാരണം അതൊരു വലിയൊരു കാര്യമാണ്, ഒരു വലിയ സ്റ്റെപ്പാണ്. ഇതൊരു ചെറിയ കാര്യമല്ല സൈജു. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഒരു പ്രൊഡ്യൂസറായിട്ട് മാറുക എന്ന് പറയുന്ന ഒരു വലിയൊരു സ്റ്റെപ്പാണ്. സോ ഞാൻ ഈ കഥ തിരഞ്ഞെടുക്കാൻ കാരണം അത് എല്ലാം എവറിത്തിങ് ഫെൽ ഇൻ പ്ലേസ്. ആക്ച്വലി എനിക്കറിയാം, ഇപ്പം ഞാൻ ലീഡ് ചെയ്യുന്നൊരു സിനിമ ഇതിൻ്റെ ബഡ്ജറ്റ് ഇത്ര ആണെങ്കിൽ ഇത് ബ്രേക്ക് ഇവൻ ആവും. ഓക്കെ, അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ സിനിമകളാണ്. ഇപ്പം ഒരു ഹരിശങ്കർ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് എന്നോടൊരു കഥ പറഞ്ഞു. ആ കഥ ഞാൻ കേട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു.
എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റില്ല അത്രയും ബഡ്ജറ്റുള്ളൊരു സിനിമ. ഓക്കെ, സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. അപ്പം ഞാൻ ഹരിയോട് പറഞ്ഞത്, ഹരി ഇത് ഒന്നില്ല നീ ഒരു പ്ലാൻ ബി നോക്ക്, വേറൊരു ആക്ടർ എന്നെക്കാളും മാർക്കറ്റുള്ളൊരു ആക്ടറുടെ ചെല്ല്, അല്ലെങ്കിൽ യു വെയിറ്റ് ഫോർ മീ, എനിക്കത് ഷോൾഡർ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് എത്തുവാണെങ്കിൽ ദാറ്റ് ടൈം വിൽ ഡു. അല്ലെങ്കിൽ ഒരു നിർമ്മിക്കാൻ വരുന്ന ഒരാൾക്ക് അത് പിന്നെ ഭയങ്കര പ്രശ്നമാകും. ഓക്കെ, ഒരു പ്രൈമ ഫേസി ഇത് കേൾക്കുമ്പം ഇഷ്ടപ്പെട്ടിട്ട് ചിലപ്പം ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആവുമായിരിക്കും പ്രൊഡ്യൂസർ, പക്ഷെ പിന്നെയാണ് ഇതിൻ്റെ ബിസിനസ്സും പിന്നെ തിയേറ്ററിലെ ആൾക്കാർ വരലും ഇതെല്ലാം ഫാക്ടേഴ്സ് ആണല്ലോ. ഇൻ എ വേ യു കൈൻഡ് ഓഫ് അവോയ്ഡഡ് എ ലോട്ട് ഓഫ് റിസ്ക് അല്ലേ? യാ, എനിക്ക് സൈജുവിൻ്റെ വർക്ക് ആസ് എൻ ആക്ടർ, ഇഫ് ഐ ഗോ ടു ദ പ്രോസസ് ഓഫ് ബീങ് എൻ ആക്ടർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് അങ്ങനെ പ്രൊനൗൺസ്ഡ് ആയിട്ട് നിൽക്കാത്തതാണ്. ലൈക്ക് ജാനകി ജാനെ, അല്ലെങ്കിൽ പിന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, മാളികപ്പുറം, ഓഫ് കോഴ്സ് അതൊരു വലിയൊരു ഇതാണ്. ഓൾ ദീസ് ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കുമ്പോൾ തുര ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു പ്രസൻസ് ഉണ്ട് സൈജുവിന്. അതിൻ്റെ കുട്ടൻസ് എന്താണ്? ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിൽ നിന്ന് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ടു ഗീവ് ആസ് ക്യാരക്ടേഴ്സ് വിച്ച് ആർ മെമ്മറബിൾ. അത് ഒന്ന് ഡെഫിനറ്റ്ലി ദൈവാനുഗ്രഹമാണ്. എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ എന്നെ പ്ലേസ് ചെയ്ത സംവിധായകരും റൈറ്റേഴ്സ് അല്ലെങ്കിൽ നിർമ്മാതാക്കൾ അവർ എന്നെ പ്ലേസ് ചെയ്തു എന്നുള്ളത് അത് ദൈവാധീനം കൊണ്ട് സംഭവിച്ചാണ്, അല്ലെങ്കിൽ ഇപ്പം സോ കോൾഡ് ലക്ക്. ഓക്കെ, ദെൻ അത് നല്ലപോലെ ചെയ്യുക എന്നുള്ളൊരു സാധനം. ഓക്കെ, ഇത് കറക്റ്റായിട്ട് പെർഫോം ചെയ്യണമല്ലോ ഇവർ വിചാരിക്കുന്ന പോലെ. സോ വെൻ ദർ ഇസ് ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സും റൈറ്റേഴ്സുമായിട്ടാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. സീനിയർ ഡയറക്ടേഴ്സുമായിട്ട് ഞാൻ എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഉള്ളിൽ ഭയങ്കര ഭയമായിരുന്നു. ഈ ഭയം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടു ഇംപ്രസ് ദം. ഓക്കെ, എന്ന് വെച്ചാൽ ഇവർ ഇനിയിപ്പോൾ അടുത്ത പടം ചെയ്യും, അപ്പോൾ അതിൻ്റെ അകത്ത് എന്നെ വിളിക്കണം, അപ്പോൾ ഇത് ഞാൻ നന്നാക്കണമെന്നുള്ളത് എൻ്റെ മനസ്സിൽ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് ഭയമായി മാറി എൻ്റെ പെർഫോമൻസിന് ഭയങ്കരമായിട്ടത് ഹിൻഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ തുടക്ക കാലഘട്ടത്തിൽ ഡെഫിനറ്റ്ലി എൻ്റെ അഭിനയം ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് ആക്ടിങ് അറിയില്ലായിരുന്നു. ഓക്കെ, ഓവർ എ പീരീഡ് ഓഫ് ടൈം എനിക്ക് എക്സ്പീരിയൻസ് കിട്ടി. എനിക്ക് എല്ലാം ആക്ച്വലി കറക്റ്റ് സമയത്തെല്ലാം വന്നെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഡിജിറ്റൽ സിനിമ വന്നത് എന്നെ പോലത്തുള്ള ആക്ടേഴ്സിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. നമ്മളൊരു വൺ ടേക്ക് ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ഒരു ടേക്ക് എടുത്തു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഡയലോഗ് തെറ്റും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പൊസിഷനിൽ വന്ന് കാണില്ല, ചിലപ്പോൾ മാസ്കിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ ഷൂട്ട് സമയത്ത് റീടേക്സ് പോകാനുള്ള. എനിക്കൊരു 4-5 ടേക്സ് ഒക്കെ എടുത്താൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, ഇത് ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് ഇത് കുറച്ച് പ്രശ്നമാണ് വെച്ചാൽ കോസ്റ്റ് കൂടും. അപ്പോൾ ആ ഭയമുണ്ട്. ഇതെല്ലാം കൊണ്ടും ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഇപ്പം ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സ് ഇവരെല്ലാവരും യങ്സ്റ്റേഴ്സാണ്. എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രായമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ എന്നെക്കാളും 1-2 വയസ്സിന് മൂത്ത ആൾക്കാരൊക്കെയാണ് ഇപ്പം സജീവമായിട്ട് ഇവിടെ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ ഇവരുമായിട്ടൊന്നും പ്രശ്നമില്ല, എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പുണ്ട്. ആ ഭയമില്ല, ഇവരെ ഇംപ്രസ് ചെയ്യണമെന്നുള്ളൊരു ഭയം എനിക്കില്ല. സോ ഈ പലതരത്തിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ സൈജു വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വൈഡ് എറേ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ്. എന്ത് ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ്? ആൻഡ് നൗ ദാറ്റ് യു ബിക്കം എ പ്രൊഡ്യൂസർ, അതും ക്രൂഷ്യലാവും. ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ഡു യു വാണ്ട് ടു ഹയർ? ഡയറക്ടേഴ്സിന് വേണ്ട ക്വാളിറ്റി. സോ ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ദാറ്റ് വാസ് അനദർ ഫാക്ടർ ദാറ്റ് ഐ തോട്ട് ദാറ്റ് ദാറ്റ് വാസ് വൺ ഓഫ് ദ റീസൺ. ഇപ്പോൾ ഒരു 5 റീസൺസ് കാണുമല്ലോ ഞാനിത് കോ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ. അതിൻ്റെ അകത്ത് ഒരു റീസൺ ഇതും കൂടെ ആയിരുന്നു. കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അത് എന്നോട് മാത്രമല്ല, പുള്ളി എല്ലാവരോടും, പുള്ളിയുടെ ടീം മെമ്പേഴ്സ് ആയാലും എല്ലാം വളരെ ചുരുക്കമാണ് ചിലപ്പം അയാൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഐ മീൻ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളത്. ഇതൊരു ബേസിക്കലി ഒരു മാനേജ്മെൻറ്റ് കൂടെയാണല്ലോ. ഈ ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾക്ക് മാനേജ്മെൻറ്റും അറിയണം, എന്നാലേ ഈസ് ദ ക്യാപ്റ്റൻ. അപ്പം നമ്മുടെ ഒരു ലൊക്കേഷനിൽ ഇത്രയും 75 മിനിമം ആൾക്കാർ കാണും. ഇറ്റ് മേ ഗോ പീപ്പിൾ മാനേജ്മെൻറ്റ്. ഇതും കൂടെ ഈ ക്രിയേറ്റിവിറ്റിയുടെ കൂടെ ഇതും കൂടെ ഉണ്ട്. അതെ, സോ ഹി വാസ് വെരി ഗുഡ് അറ്റ് ഇറ്റ്. അതുപോലെ ഒരു ഇമോഷണൽ റിസ്ട്രെയിൻറ്റും വേണം. ഡെഫിനറ്റ്ലി, യാ, പെട്ടെന്ന് ചൂടാൻ പാടില്ല, അതെ, പെട്ടെന്ന് ഔട്ട്ബേസ്റ്റ് ഉണ്ടാവാൻ. യെസ്. And he was handling things well. And he was coordinating things well. Okay. ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഇൻസ്റ്റൻറ്റ് നമുക്ക് റിപ്ലൈ ആണ്. പിന്നെ സാഹചര്യങ്ങളുണ്ടാകും, ആ സമയത്ത് ചിലപ്പം മൊബൈൽ കൈ കാണില്ല, ചാർജിങ്ങിൽ വെച്ചിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇൻസ്റ്റൻറ്റ് റിപ്ലൈ ഉണ്ട്. ഇത് തന്നെയാണ് തോമസ് ചേട്ടൻ്റെ കാര്യത്തിലും.
പങ്കജ് ത്രിപാഠി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്റർവ്യൂ, കാരണം അദ്ദേഹത്തിൻ്റെ വൈഫാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിന്ന് ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്ത സമയത്തും പുള്ളിക്കാരൻ്റെ ഭാര്യയായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. അതായത് വീട് നോക്കി നടത്തിയതും ചെലവ് നോക്കിയതും എല്ലാം വൈഫാണ് ഏറ്റെടുത്തത്. നൗ ഈസ് ഓഫ് കോഴ്സ് ഇൻ എ പിനക്കിൾ ഓഫ് സക്സസ്. പക്ഷേ ആ ഒരു സമയത്ത് കൂടെ നിന്ന വൈഫാണെന്ന്. സൈജുവിൻ്റെ കാര്യത്തിലും അത് ആപ്ലിക്കബിൾ ആണോ? കാരണം ഡെഫിനറ്റ്ലി ഞാനത് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഷീ ആൻഡ് ഹെർ പാരൻസ്, ഡാഡി വാസ് എ കേർണൽ. വെരി അൺയൂഷ്വൽ അല്ലേ? ഡാഡി വാസ് എ കേർണൽ ഇൻ ദ ആർമി. അപ്പോൾ ഈ ആർമി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ദേ വർ വെരി ഓപ്പൺ മൈൻഡഡ്. I quit my job from Airtel. I joined BPL and BPL Mobile, and BPL Mobile നിന്ന് ഞാൻ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിട്ടു. And there was a point of time when for a few years I was staying with Anu's parents. Really? Yeah. So then Anu got into a job, and then Anuവിൻ്റെ സാലറി വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കുറേ നാൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് മോള് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മോളായി. അപ്പം എല്ലാം കൂടി ഭയങ്കര ഒരു and she was taking care of my daughter, and I was little bit irresponsible at that time. ഞാൻ എൻ്റെ അന്നും വിചാരം ഞാൻ ബാച്ചിലറാന്നുള്ളതാണ്. അപ്പം രാവിലെ കഴിഞ്ഞിട്ട് കുട്ടികൾ ഇപ്പം അനു നാച്ചുറലി ഇപ്പം ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെ തിരക്കുണ്ടല്ലോ, അപ്പം ഞാനും കൂടെ രാവിലെ കഴിഞ്ഞിട്ടൊന്ന് സഹായിക്കുക എന്നൊക്കെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം ഞാനതൊന്നും ചെയ്യില്ല. ആൻഡ് അനു വോണ്ട് ഡിസ്റ്റർബ് മീ. ഇഫ് ഐ എം സ്ലീപ്പിംഗ് ഷി വോണ്ട് ഡിസ്റ്റർബ് മീ. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാലും ഞാൻ ആകെ ചെയ്തുകൊണ്ടിരുന്നത് മോളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരും. ഒരു പ്രാവശ്യം പോലും. എത്ര ആണുങ്ങളാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ സൈഡ്. നമ്മുടെ നാട്ടിൽ എത്ര ആണുങ്ങളാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ദാറ്റ് മൈ വൈഫ് ഇസ് സപ്പോർട്ടിങ് മീ ത്രൂ മൈ ഡൗൺസ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇറസ്പോൺസിബിൾ ആയിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ വൈഫിനെ വേണ്ട രീതിയിൽ ഞാൻ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അനു ചിലപ്പോൾ ചീത്ത വിളിക്കും. ഞാനിപ്പം ഇതൊക്കെ ഞാൻ ഇറസ്പോൺസിബിൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഓപ്പണായിട്ട് പറഞ്ഞതിന് ചിലപ്പം പറയും എന്തിനാണ് ഇതൊക്കെ പോയി ഇന്റർവ്യൂലൊക്കെ പറയുന്നത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞാലേ ഒരു ഓപ്പൺ കോൺവെർസേഷനുള്ള സ്പേസും ഉണ്ടാവുള്ളൂ സൈജു. കാരണം ആ ഒരു ടോക്സിക് ഒരു മാസ്കുലിൻ ആയിട്ടുള്ള ഒരു ഇമേജിൽ നിന്ന് മാറി നമ്മൾ ഇതൊക്കെയാണ്, നമ്മൾ വൾനറബിൾ ആണ്, വേറൊരു ആവശ്യമില്ല എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം. നമ്മൾ എന്താണെന്നുള്ളത് ഇപ്പം ആൾക്കാർ അറിഞ്ഞാൽ അത് അത്രയും നല്ലതാണ്. ബിക്കോസ് ആ രീതിയിൽ തന്നെ അവർ നമ്മളെ കണ്ടാൽ മതി. അതെ അല്ലേ, നമ്മൾ എങ്ങനെയാണെന്ന് ഉള്ള രീതിയിൽ തന്നെ. സൈജുവിൻ്റെ റിലേഷൻഷിപ്പ് വിത്ത് യുവർ വൈഫ് ഇസ് വെരി സ്ട്രോങ് ആൻഡ് ഐ നോ ദാറ്റ് പേഴ്സണലി. അതിൻ്റെ ഏറ്റവും വലിയ ഇപ്പോൾ യു സി എ ലോട്ട് ഓഫ് മാരേജസ് ബ്രേക്കിംഗ്, എസ്പെഷ്യലി ഇൻ ദി ഏജ് ഗ്രൂപ്പ്സ് ഓഫ് 30s 40s ഇതിലൂടെ കഴിഞ്ഞിട്ട് പോസ്റ്റ് കോവിഡ്. What do you think is the reason marriages don't work anymore in a lot of relationships? And നിങ്ങളുടെ എന്താണ് ആ glue that holds it together? ഞാൻ ഈ കോവിഡ് സമയത്തൊക്കെ ഞാൻ ഡെഫിനറ്റ്ലി പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ഭയങ്കര പ്രശ്നം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഫാമിലി ആയിട്ടാണല്ലോ ഞാനത് അങ്ങനെ എടുത്തത്. ആൻഡ് അനു വാസ് ഓൾസോ ഹാപ്പി ദാറ്റ് ഐ ആം ദെയർ ഓൾ ദ ടൈം. ആൻഡ് കിഡ്സ് വെർ ഓൾസോ ഗ്രോയിങ് അപ്പ് അറ്റ് ദാറ്റ് ടൈം. സോ പിള്ളേരുടെ കാര്യങ്ങൾ കൂടുതലും അനുവാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ മകനായിട്ട് ക്രിക്കറ്റ് കളി. അപ്പം നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു കോവിഡ് സമയത്ത്. രാവിലെ 8 മണിക്ക് എണീക്കുകയുള്ളൂ. എന്നുവെച്ചാൽ രാത്രി നമ്മൾ OTTയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ലേറ്റായിട്ട് ഉറങ്ങുള്ളൂ. അപ്പം 8 മണി 8 പിള്ളേർക്ക് പിന്നെ എനിക്കൊന്ന് മോന് 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഓൺലൈൻ ക്ലാസ് തുടങ്ങിക്കൊണ്ടിരുന്നത്. 8 മണിയൊക്കെ എണീറ്റാൽ മതി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അനു ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ലഞ്ചും അനു ഉണ്ടാക്കും. അല്ല അത് കഴിഞ്ഞിട്ട് അല്ലല്ല ഞാൻ അതിലേക്ക് വരുവാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പാത്രം ഇഷ്ടംപോലെ ആകുമല്ലോ, കഴുകാനുള്ള പാത്രങ്ങൾ. ഇതൊരു പണിയാണ്. അപ്പം ആ പണി ഞാനതങ്ങ് ഏറ്റെടുത്തു. ഓക്കെ, എനിക്ക് പാത്രം കഴുകി പണ്ടേ ശീലമുണ്ട്, ഫുഡൊക്കെ ഉണ്ടാക്കി പണ്ടേ ശീലമുണ്ട്. ഞാൻ കൊച്ചിലെ തൊട്ട് അമ്മയുടെ കൂടെ കൂടുതൽ കിച്ചണിൽ ചിലവഴിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അച്ഛന് ഭയങ്കര ദേഷ്യമായിരുന്നു. അച്ഛനെ ഞാൻ പഠിക്കൂല, ഞാൻ ഈ കിച്ചണിൽ പോയി അമ്മയുടെ കൂടെ നിൽക്കും. അപ്പോൾ ഞാൻ മറ്റേ സവാള അരിഞ്ഞ് തുളി കളയണമെങ്കിൽ അതിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. മറ്റേ മട്ടർ അതിനകത്ത് മലയാളത്തിൽ പറഞ്ഞ അതെ മട്ടർ ചില്ല, എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കിടക്കൽ കുറച്ച് പണിയാണ്. പക്ഷേ അതൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു ഞാൻ. ആക്ച്വലി പഠിക്കേണ്ടല്ലോ അത്രയും സമയം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ ഈ പാത്രം കഴുകലങ്ങ് ഏറ്റെടുത്തിട്ട് അപ്പം പാത്രം കഴുകലാണ് ഏറ്റവും ഈ ഒരു വൃത്തികെട്ടൊരു പരിപാടി.
ഇതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. ഇതങ്ങ് കഴുകി കഴിഞ്ഞ് നമ്മൾ ഓർക്കും ഓക്കെ നമ്മുടെ സിങ്ക് കാലിയായി. അപ്പോഴായിരിക്കും മാം വന്നിട്ട് അച്ഛാ പ്ലീസ് വാഷ് ദിസ് കപ്പ്, മോള് വന്നിട്ട് ഇതും കൂടെ കഴിയേക്ക്. അപ്പോൾ ഇത് വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും കഴിക്കുന്നു, എന്തെങ്കിലും ഉണ്ടാക്കുന്നു, അതിൻ്റെ ഇത് വന്നു, പിന്നെ ഇതങ്ങനെ ചെയ്തുകൊണ്ട് അപ്പം ഈ പരിപാടികളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അതാണ് നിങ്ങളുടെ ഗ്ലൂ. അപ്പം ഞാൻ കോവിഡ് സമയത്തെ സ്നേഹം. അതെ കോവിഡ് സമയത്ത് സ്നേഹം. അപ്പം ഞാൻ പറയുന്നത് ചിലപ്പം അതൊക്കെ ഒരു ബാലൻസ് ആയിരുന്നിരിക്കാം അല്ലേ. So what is do you communicate a lot? നിങ്ങൾ എങ്ങനെയാണ് കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യുന്നത്? What is it that keeps you going together? കോൺഫ്ലിക്ട്സ് ഇപ്പം നമ്മൾ തമ്മിലൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടായാൽ ഒരു ദിവസം 2 ദിവസമൊക്കെ നമ്മൾ പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. ഞാൻ വേണ്ടാത്ത തമാശകൾ പറയില്ല. എനിക്ക് വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ അത് വേണ്ടാത്തതാണ്, എൻ്റെ ഭാഷയിൽ അത് നല്ല തമാശയാണ്. പക്ഷെ അത് പിന്നെ ഇവർ സീരിയസ് ആയിട്ട് എടുക്കും. അമ്മയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഇവരെന്ന് പറയുന്നത് കേട്ടോ. അപ്പം അമ്മയ്ക്കും എൻ്റെ ചില തമാശകളൊന്നും അത്ര വർക്കല്ല. പിന്നെ അവരും ഇപ്പം ഞാൻ ഓർക്കുന്നത് വെച്ചാൽ എൻ്റെ തമാശകൾ ഞാനിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ പുറത്തുള്ള ആൾക്കാരുടെ ഇങ്ങനെ വേണ്ട തമാശകൾ പറയാറില്ല. എന്നുവെച്ചാൽ അത് വർക്കാവില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഇവിടെ വർക്കാവില്ലെന്ന് അറിഞ്ഞിട്ട് ഞാൻ പക്ഷേ ഇവരെ നമ്മൾ ഫോർ ഗ്രാൻറ്റഡ് എടുത്തിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ പ്രതീക്ഷയാണ് നമ്മുടെ ഇതെങ്കിലും വർക്കാവും, അല്ലെങ്കിൽ നാളെ ഞാൻ പറയാൻ പോണതെങ്കിലും വർക്കാവും എന്നുള്ളൊരു സാധനത്തിൽ ഇങ്ങനെ കുറഞ്ഞു പോയിട്ടൊന്നും അങ്ങനെ അധികം വർക്കാവുന്നില്ല. അപ്പം അങ്ങനത്തുള്ള തമാശകൾ പറയില്ല, അവോയ്ഡ് ചെയ്യും. നമ്മുടെ ഈ വികാരങ്ങൾ സബ്സൈഡ് ചെയ്യുമല്ലോ അല്ലേ, ഇമോഷൻസ് നമ്മുടെ സബ്സൈഡ് ചെയ്യും. അപ്പം നമുക്ക് ഇറിറ്റേഷൻ ഉള്ളതൊന്നും നമുക്ക് സബ്സൈഡ് ആകും. പക്ഷേ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളത് നല്ലതാണ്. അപ്പം ഈ സബ്സൈഡ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻ ഉണ്ടല്ലോ, സ്നേഹം, കെയറിങ്, ഇത് കുറച്ച് കൂടുകയും ചെയ്യും. അറ്റ്ലീസ്റ്റ് ഫോർ എ വീക്ക് അല്ലേ. അപ്പോൾ ഈ ഒരു വീക്ക് കഴിയുമ്പോഴത്തേക്കും പിന്നെ ദൈവമായിട്ട് തന്നെ ഒരു കാരണം ഉണ്ടാക്കി തരും വീണ്ടും ഒരു ഇറിറ്റേഷനും സൗന്ദര്യപ്പണക്കവും ഉണ്ടാകാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത 10ാമത്തെ ദിവസത്തിൽ വീണ്ടും ഒരു സൗന്ദര്യപ്പണക്കം കഴിഞ്ഞിട്ട് ഒരു ദിവസത്തേക്ക് നമ്മൾ അല്ല നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാണ്ടിരിക്കും. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയും. മോനോടെ പോയി അവൻ താഴത്ത് കളിക്കാൻ പോയി, അമ്മയോടെ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കും. പക്ഷേ എന്ന് വെച്ച് ഈ സൗന്ദര്യപ്പണക്കം ഉള്ള സമയത്ത് എനിക്ക് ഫുഡ് വരാണ്ടെന്നും ഇരിക്കില്ല. അതൊക്കെ കൃത്യസമയത്ത് ഞാൻ പോയി അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നാലും അപ്പോൾ എനിക്ക് പുട്ടും കടലയും വരും. അന്ന് പുട്ടും കടലയും കഴിച്ചിട്ടാണ് ഞാൻ വന്നത് അല്ലേ. അതെ. ഇപ്പം എനിക്ക് അതിനോടുള്ളൊരു പുട്ടും കടലയോടുള്ളൊരു ഇത്, ഞാൻ ഡയറ്റ് കുറച്ച് പിടിച്ചപ്പോഴത്തേക്ക് കടല ഒരുപാട് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റിന്, പുട്ടില്ലാണ്ട് കടല മാത്രം. കടല ഒരു ചെറിയ പ്രശ്നമാണ്, ഒരു കഴിപ്പ് ഇപ്പം ഞാൻ നിർത്തി. പക്ഷെ പുട്ടിൻ്റെ കൂടെ മീൻകറി, ബീഫ് കറി ഇത്രയും മാറി. അതെ ചിക്കൻ കറി പുട്ടിനോട് പിന്നെ എന്തും എല്ലാം പോകും. അതിന്റെ വേറൊരു രസം എന്ന് പറയുന്നത് നമ്മൾ ഈ ക്രിയേറ്റീവ് സ്പേസിൽ നിന്ന് ഒരു പട്ടാള ഫാമിലിയിലേക്ക് കല്യാണം കഴിക്കുമ്പോഴേ എനിക്കതിൻ്റെ ഒത്തിരി ഹ്യൂമറസ് സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ക്രിയേറ്റീവ് മേഖലയാണ്, ഒരു രീതിയിലും ഒരു റൂൾസ് അവൈഡ് ചെയ്യാത്ത ഒരു സിസ്റ്റത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി റൂൾസും റൂട്ടീനും ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രക്ചറിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോമിക് സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ലേ സൈജുവിന്? അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. അതായത് കാരണം ഫാദർ ഇൻ ലോ he was a colonel. Brother-in-law Navy. My brother-in-law he is serving as a colonel in the army right now, and my second brother-in-law was in the Navy. Commander Ashok അദ്ദേഹം കമാൻഡർ ആയിരുന്നു നേവിയിൽ. സോ ഐ ഗോട്ട് മാരിഡ് ആൻഡ് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പം ഇനിയിപ്പോൾ രാവിലെ ഞാൻ 6:30 എണീറ്റ് ജോഗൊക്കെ ചെയ്യാൻ വേണ്ടി പോകേണ്ടി വരും. ചില ആർമിയിൽ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ, പിന്നെ ഫോക്കും നൈഫൊക്കെ യൂസ് ചെയ്ത് ഞാൻ ചില എനിക്ക് അന്ന് വരെ ഒന്നും അത് ശീലമില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല. ഭയങ്കര ഓപ്പൺ മൈൻഡെന്ന് വെച്ചാൽ എന്നെ എൻ്റെ രീതിയിലങ്ങ് വിട്ടേക്കുവാണ്. അതായത് ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് സിനിമകളില്ലാത്ത സമയവും ഒക്കെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഒരു പ്രാവശ്യം പോലും ഡാഡിയോ മമ്മിയോ എന്നോട് ചോദിച്ചിട്ടില്ല സൈജു എന്താണ് നിൻ്റെ അടുത്ത പരിപാടിയെന്ന്. ഇൻഫാക്റ്റ് എൻ്റെ അച്ഛൻ ഡാഡിയോട് സംസാരിക്കുമ്പോഴത്തേക്കും ഡാഡി അച്ഛനോട് പറഞ്ഞ് അവൻ വെറുതെ ഇരിക്കുമല്ല, അവൻ നന്നാവും, യു ഡോണ്ട് വറി, ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ അച്ഛനെ NG എന്നാണ് അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നത്. ആർമിയിൽ ഷോർട്ട് ഫോംസ് വിളിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് N ഗോവിന്ദക്കുറുപ്പ് എന്നാണ്. അപ്പം NG എന്നാണ് ഡാഡി അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ NG വറി ചെയ്യണ്ട, ഹീസ് എ നൈസ് ബോയ്, ഹി വിൽ ഡു വെൽ ഇൻ ലൈഫ്, ഡോണ്ട് വറി, അവൻ്റെ ചിലപ്പം സമയത്തിൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഇത്രയും വർഷം, അതായത് 2005 തൊട്ട് 2024 വരെ, ആൻഡ് മോർ ദാൻ 100 ഫിലിംസ് അഭിനയിച്ച് കഴിയുമ്പോൾ സൈജുവിൻ്റെ പേഴ്സണാലിറ്റിയാണ് സൈജുവിനെ ഇത്രത്തോളം പലതരത്തിലുള്ള ക്യാരക്ടേഴ്സും പലതരത്തിലുള്ള ആൾക്കാരും ടീംസിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും ആ ഫ്ലെക്സിബിലിറ്റി നൽകിയത് എന്ന് പറയുന്നു. ഈ ഒരു സ്പേസിൽ നിലനിൽക്കുക എത്ര ഡിഫിക്കൽട്ടാണ്? ആൻഡ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലത്ത്, അതായത് നമുക്കിപ്പോൾ അറിയാമല്ലോ എങ്ങനെയാണ് ക്യാമറാസ് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത്. ഹൗ ഡിഫിക്കൾട്ട് ഇസ് ഇറ്റ് ഫോർ യു ടു കൈൻഡ് ഓഫ് ഗെറ്റ് അലോങ് വെൽ വിത്ത് എവ്രിബഡി ആൻഡ് മാനേജ് ദ സ്പേസ്? എനിക്ക് ആകെ അറിയാവുന്നത് ഗെറ്റ് അലോങ് വെൽ വിത്ത് എവ്രി വൺ എന്നുള്ളതാണ്. എനിക്ക് അത് മാത്രമേ എനിക്ക് ആക്ച്വലി അറിയാവുള്ളൂ. അത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് അത് ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലേ? അത് ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ ഒന്ന് അഭിപ്രായം പറയാതിരിക്കണം, സ്വന്തം അഭിപ്രായം പറയാതിരിക്കണം. അല്ല, സ്വന്തം അഭിപ്രായം പറയാറില്ല. ഇല്ല, ഞാൻ ആവശ്യമുള്ളിടത്ത് ഇത് നമുക്ക് ഇവിടെ അഭിപ്രായം പറഞ്ഞാൽ അവർ വില കൽപ്പിക്കും എന്നുള്ളത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. വേറെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്കേറി എന്തിനാ വെറുതെ പറയാൻ നിൽക്കുന്നത്, അല്ലേ? അതൊരു കാര്യം. പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെയും ബ്രെയിനിനെയൊക്കെ ഞാൻ പാകപ്പെടുത്തി വച്ചിരിക്കുകയാണ്. എനിക്ക് രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങണം. ഓക്കെ, ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചാലോ ഒക്കെ എൻ്റെ ഉറക്കം പോകും. എനിക്ക് പിന്നെ ഞാൻ പിറ്റേ ദിവസം അവരെ വിളിച്ച് കണ്ട് ഞാൻ അവരുടെയൊക്കെ മാപ്പി വയ്ക്കാനൊക്കെ നിൽക്കണം. എന്തിനാണ് ആ ഒരു ഇതിലേക്ക് പോകുന്നത്? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ അത് കൺട്രോൾ ചെയ്യും. രണ്ടാമത്തത്, എന്നോട് ആരെങ്കിലും ഇറിറ്റേഷൻ കാണിച്ചാൽ അത് ആ സമയത്തിൻ്റെ വിഷയമാണ്. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് വിട്ടുകളയും. എന്നുവെച്ചാൽ എന്നാലും എനിക്ക് രാത്രി കിടന്ന് നല്ലോണം ഉറങ്ങാം. ഉറക്കം പോകണമെങ്കിൽ അയാളുടെ പോകുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇറിറ്റബിൾ ആവുന്ന അല്ലെങ്കിൽ ദേഷ്യം ഉള്ള വ്യക്തിയല്ല. അല്ല, ദേഷ്യമൊക്കെ വരും, ഡെഫിനറ്റ്ലി ഇറിറ്റേഷൻ വരും. പക്ഷെ ഒന്നും മിണ്ടൂല. മിണ്ടാണ്ട് ഇങ്ങനെ ഞാൻ അന്നോട് പറയാറുണ്ട്, ഞാൻ മിക്കവാറും ഹാർട്ട് അറ്റാക്ക് വന്നതായിരിക്കും എന്തെങ്കിലും സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനിതെല്ലാം ഉള്ളിൽ ഒതുക്കുവാണത്, പുറത്തിറക്കുന്നില്ല. ഇത് അങ്ങനെ നമ്മളിത് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ സമാധാന പ്രിയനാണ്. എനിക്ക് സമാധാനം വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ എന്താണ് ഈ പറഞ്ഞ പോലെ അഭിപ്രായം പറയാറില്ല, ഞാൻ റിയാക്ട് ചെയ്യാറില്ല. ഈ കടം സ്റ്റാർ എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ ഈ കടത്തിനോടും ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് നമുക്ക് പലപ്പോഴും പല സോഴ്സസിൽ നിന്നായിരിക്കും പൈസ ഇറക്കേണ്ടി വരിക, അല്ലെങ്കിൽ സ്വന്തം പൈസ കംപ്ലീറ്റ്ലി ചിലപ്പോൾ ഇറക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ ഈ കടത്തിനോടുള്ള ബന്ധം എന്താണ്? ഭരതനാട്യത്തിൽ മൊത്തം തോമസേട്ടനെ ഇറക്കിയിരിക്കണം, ഞാനൊന്നും ഇറക്കിയിട്ടില്ല. നമ്മുടെ ചോദ്യം യുവർ റിലേഷൻഷിപ്പ് വിത്ത് മണി. കാരണം ഇറ്റ് വാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്കും ഈ കടം സ്റ്റാർ എന്നുള്ളൊരു ടാഗ് ഉള്ള സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് റിലേഷൻഷിപ്പ് വിത്ത് മണി? റിലേഷൻഷിപ്പ് നല്ലതാണ്. എൻ്റെ അച്ഛനാണ് ഈ കാശ് സേവ് ചെയ്യുന്നതിനെ പറ്റിയുള്ളൊരു ബാലപാഠങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത്. ചിലപ്പോഴൊക്കെ അച്ഛനായിട്ട് മാർക്കറ്റിലൊക്കെ, ചിലപ്പോഴില്ല എപ്പോഴും എന്നെ കൊണ്ടുപോകും. ചില സഞ്ചി തൂക്കണമല്ലോ, അപ്പോൾ ഞാനാണ് കറക്റ്റ് ആൾ തൂക്കാൻ. അപ്പോൾ അങ്ങനെ അവിടെ മംഗൾവാരി എന്ന് പറഞ്ഞ ട്യൂസ്ഡേ മംഗൾവാർ എന്നുള്ള മാർക്കറ്റ്, അപ്പോൾ അവിടെ കൊണ്ടുപോകും. അവിടെ ചേട്ടൻ അച്ഛൻ. അപ്പോൾ അവിടെ ഇവിടുത്തെ പോലെയല്ല. ഇവിടെ നമുക്ക് ഈ വെജിറ്റബിൾ ഷോപ്പിലൊന്നും പോയിട്ട് വില പേശാൻ പറ്റില്ലല്ലേ, അല്ലേ? ടൊമാറ്റോക്ക് 10 രൂപ കിലോ എന്ന് പറഞ്ഞാൽ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, 10 രൂപ അല്ല, 10 രൂപ കിലോ എന്ന് പറഞ്ഞാൽ 8 രൂപയ്ക്ക് തരുമെന്ന് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെയൊക്കെ അത് നടക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ ഭീകരനായിരുന്നു ഈ കാര്യത്തിൽ. ഹി വാസ് വെരി ഗുഡ് അറ്റ് ഇറ്റ്. ഓക്കെ, അത് ഞാൻ പിന്നെയാണ് റിയലൈസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുമായിരുന്നു. എന്നുവെച്ചാൽ 10 രൂപ എന്ന് പറഞ്ഞാൽ അച്ഛൻ നേരം 4 രൂപ എന്നൊക്കെ പറയും. ഒരു മാന്യമായെന്ന് പറയാല്ലേ, ഒരു 6 രൂപ 7 രൂപയൊക്കെ പറഞ്ഞാൽ ഇത്. അപ്പോൾ അവരുടെ ഇറിറ്റേറ്റഡ് മുഖാവും. അപ്പം എൻ്റെ അച്ഛനോട് അവർ ഇറിറ്റേഷൻ കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് നാച്ചുറൽ ദേഷ്യം വരുമല്ലോ. അപ്പോൾ എനിക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അച്ഛനോട് ഞാൻ പറയും, അച്ഛൻ എന്ത് വെച്ചോ വെറുതെ ഇല്ലില്ല, അവർ തിരിച്ചു വിളിക്കും നോക്കിക്കൊന്നു. അച്ഛൻ എന്നിട്ട് 2 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റാണ്, ഇവർ തിരിച്ചു വിളിക്കും 6 രൂപ. അപ്പോൾ അച്ഛൻ പറയും എന്നാൽ പിന്നെ 5.5. ശരി, 5.5 കിട്ടും. അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണ് അച്ഛൻ്റെ. അങ്ങനെ ഞങ്ങൾ ഇപ്പം വലിയ ഷോപ്സിലൊന്നും അല്ല, ഈ സ്ട്രീറ്റ് ഷോപ്പിങ്ങിലൊക്കെ ഇത് നടക്കുമല്ലോ. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ പോയാൽ മിക്കവാറും അന്നൊക്കെ സ്ട്രീറ്റ് ഷോപ്പിംഗാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് വേണ്ടി ജീൻസൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇത് പറഞ്ഞ പോലെ 250 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് 250 രൂപയൊക്കെ ഉള്ളൂ ജീൻസിന്. അച്ഛൻ പറയും 150 രൂപ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നൊരു ജീൻസ് ആ കടക്കാരൻ ചിലപ്പോൾ സമ്മതിക്കില്ല. അപ്പോൾ വേറൊരു സ്ഥലത്ത് ജീൻസ് കാണുമ്പോഴത്തേക്കും അത് അത്ര നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അയാൾ ചിലപ്പോൾ സമ്മതിക്കും ഇത്രയും രൂപയ്ക്ക് അച്ഛൻ പറഞ്ഞ ഇതിന്. പിന്നെ അത് മേടിക്കേണ്ടി വരും, കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതെ അതെ അതെ. അപ്പം അച്ഛൻ എന്താ പറയണമെന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ 10 രൂപ ചിലവാക്കാവുള്ളൂ.
പിന്നെ കാശ് നമ്മൾ എത്രയും നമ്മൾ നമ്മുടെ കയ്യിൽ വയ്ക്കുന്നു അത്രയും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെക്കൊണ്ട് പക്ഷേ അങ്ങനെ ഒരു ഭയങ്കര സേവിങ്സോ അല്ലെങ്കിൽ കാശിങ്ങനെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കണം അതൊന്നും എനിക്ക് അത്രയും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അച്ഛൻ പണ്ട് തമാശയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതായത് ഒരു സാധനം മേടിക്കാൻ വേണ്ടി ഇപ്പം ഒരു 25 രൂപയുടെ സാധനം മേടിക്കാൻ വേണ്ടി സൈജുൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 50 രൂപ കൊടുത്ത് വിട്ടാൽ അവനെ 50 രൂപയ്ക്ക് അത് മേടിച്ചുകൊണ്ട് വരുമെന്ന്, ചിലവാക്കിയിട്ട് വരുമെന്ന്. മനസ്സിലായില്ല? അതായത് അത്ര ദൂരത്താണെന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പം ഞാനും അനുവും രണ്ടുപേരും അത്രയും പിശുക്കൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മൾ നോർമലി വേണ്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചിലവാക്കും. കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഒരിക്കലും സേവിങ്സിനെ പറ്റി അപ്പോൾ ചിന്തിച്ചിട്ടില്ല. അന്ന് എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്നു. അപ്പം പല പരിചയക്കാരും പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഇതിപ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളിത് ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സക്സസ് എന്താണ് സൈജുവിന്? നമ്മൾ ഇത്രയും വർഷങ്ങൾ ഓരോ തരത്തിലുള്ള സിറ്റുവേഷൻസിന് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സക്സസ്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? സക്സസ്സിനെ എയിം ചെയ്യില്ല നമ്മളിത് 3 Idiotsലെ ആ ഒരു ഡയലോഗില്ലേ, അത് ഭയങ്കര ലെസനാണ് കേട്ടോ. അതായത് അപ്നെ ആപ്കോ കാബിൽ ബനാओ, കാമയാബി അപ്നെ ആപ്പ് പീछे ആएगी. കാമയാബി എന്ന് പറഞ്ഞാൽ സക്സസ് അല്ലേ? നമ്മളെ തന്നെ കേപ്പബിൾ ആക്കുക. ഓട്ടോമാറ്റിക്കലി സക്സസ്സും കാശും എല്ലാം പുറകെ വരും. ഇതൊക്കെ നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്യണ സമയത്ത് അന്ന് പ്രായവും കുറവായിരുന്നല്ലോ, അന്ന് നമ്മളിതൊന്നും മനസ്സിലാക്കില്ല. പിന്നെ 3 Idiots ഒന്നും വന്നിട്ടില്ല. 3 Idiots പിന്നെയാണ് റിലീസായത്. ഇത് ആ കാലത്തേക്കാരും വന്നിരുന്നെങ്കിൽ ഇതിനെ പറ്റി അത് ആലോചിച്ചേനെ. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേനെ. ഇപ്പം അഭിനയം മോശമായിരുന്നു, അപ്പം അഭിനയം നന്നാക്കാൻ എങ്കിലും ഞാൻ ചിന്തിച്ചേനെ. പക്ഷേ ദൈവമാണ് എൻ്റെ അഭിനയം നന്നാക്കിയത്. ഓവർ പീരീഡ് ഓഫ് ടൈം ഒരു 2009-10 ആയപ്പോഴത്തേക്കും എനിക്കതിനെ തോന്നി തുടങ്ങി, ഓക്കെ കുറച്ചൊരു ബെറ്റർമെൻ്റ് ഉണ്ട്, അങ്ങനെ ബെറ്റർ ആയിട്ടുണ്ട്. അതുമാത്രമല്ല, മലയാളം ഇൻഡസ്ട്രിയിലാണെങ്കിൽ പിന്നെ നമ്മൾ വർക്ക് ചെയ്യാതെ ഒരു നിവർത്തിയില്ല. നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ അല്ല, ടാലന്റ് പൂൾ ഒന്ന് നോക്കിയേ. മുതല് എല്ലാവരും ബോൺ ആക്ടേഴ്സിനെ പോലെയാണ്. എല്ലാവരും നല്ല രസമായിട്ടാണ് അഭിനയിക്കുന്നത്. സോ ആ ഒരു കോമ്പറ്റേറ്റീവ് പൂളിൽ നിൽക്കുമ്പോൾ യു ഹാവ് നോ ചോയ്സ്. എനിവേ, ഓൺ ദാറ്റ് വിൽ ഡു എ സ്മോൾ ഗെയിം. ഓക്കെ, ഒരു കാർഡ് എടുക്കുക, അതിൽ നിന്നുള്ളത് വായിക്കുക. എന്താ എഴുതിയിരിക്കുന്നത്? ഇൻ യുവർ ഹാൻഡ്സ്. ഇൻ യുവർ ഹാൻഡ്സ്. വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്? പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്ത് കാര്യമാണെങ്കിലും ഷെയർ ചെയ്യാം. എൻ്റെ കയ്യിൽ വേറെ പാസ് മെനി മാ ഹൈ. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഭയങ്കര അറ്റാച്ച്ഡ് ആണോ ടു യുവർ മദർ? ഡെഫിനറ്റ്ലി. അതിപ്പോൾ അച്ഛനോടും അമ്മയോടും ഒക്കെ രണ്ടുപേരോടും ഒരേപോലെയായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ നമുക്ക് എന്ത് കാര്യവും പറയാൻ പറ്റിയത് അമ്മയോടായിരുന്നു. അതായത് അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊച്ചിലേക്ക് ഒരുപാട് അടിക്കുമായിരുന്നു. അച്ഛൻ വളരെ കുറച്ചേ അടിച്ചിട്ടുള്ളൂ. അമ്മ കാണുന്നതിനൊക്കെ പിടിച്ച് അലക്കായിരുന്നു. അതുപോലെ പരിപാടികൾ കാണിക്കുമായിരിക്കും. ഞാൻ അത്ര പ്രശ്നക്കാരനല്ലായിരുന്നു. എൻ്റെ ഒരു ആംഗിളിൽ നോക്കുവാണെങ്കിൽ എൻ്റെ ചേച്ചിയായിരുന്നു കുറച്ചുകൂടെ പ്രശ്നക്കാരി. ചേച്ചി മറ്റേ പ്ലഗില് വിരൽ കയറ്റുക. പിന്നെ ചേച്ചി വേറൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അത് എന്താണ്, കരിഞ്ഞാലി വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ എന്തോ വെള്ളം, ഈ മറ്റേ ചെളിവെള്ളം എന്തോ, മഡി വാട്ടർ, അത് ഏതൊരു കുട്ടിയെ പണ്ട് ഉച്ചിലെ സെക്കൻഡിലെങ്ങാണ്ടായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി, ഞാൻ വളരെ ഡീസൻ്റ് ആയിരുന്നു. ഞാൻ ഈ പ്ലഗിൻ്റെ ഉള്ളിൽ വിരലിടാനോ അമ്മയോട് ചോദിക്കേണ്ടി വരും. അമ്മയോട് ചോദിച്ചു. ഞാൻ അത്ര വലിയ പ്രശ്നക്കാരല്ലായിരുന്നു. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാൻ കുറച്ച് മടിയായിരുന്നു. എനിക്ക് കളിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം. എപ്പോഴും എനിക്ക് ക്രിക്കറ്റ് കളിക്കണം. അതെ, ഞാൻ ക്രിക്കറ്റിനെ കുറിച്ച് ചോദിച്ചില്ലല്ലോ. എത്ര വലിയ ഭ്രാന്തായിരുന്നു ക്രിക്കറ്റ്? ക്രിക്കറ്റ് ഭയങ്കര ഭ്രാന്തായിരുന്നു. അതായത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇപ്പം നമുക്കൊരു ടീം വേണമല്ലോ. അത്രയും ഇപ്പം ഞങ്ങൾ പക്ഷേ 1-2 പേരേ ഉള്ളൂ. പക്ഷേ ആ ഗ്രൗണ്ടിൽ പോയി, ആ പിച്ചിൽ പോയി വെറുതെ ബാറ്റുമൊക്കെ വീശി ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. വെറുതെ മണിക്കൂറുകളോളം, എത്ര മണിക്കൂർ വേണമെങ്കിലും അവിടെ എനിക്ക് നിൽക്കാൻ പറ്റുമായിരുന്നു. ആ ഗ്രൗണ്ട് എൻജോയ് ചെയ്ത്. അപ്പോൾ ഇപ്പോഴും ക്രിക്കറ്റ് കളി ഉണ്ടല്ലോ. ക്രിക്കറ്റ് കളി ഇപ്പം കുറച്ചായി. ഞാനിപ്പോൾ ലാസ്റ്റ് CCL വേണ്ടിയിട്ട് ഇപ്പം ഒന്നാമത്തെ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ സ്റ്റിച്ച് ബോൾ വെച്ച് കളിക്കുന്നത് കുറച്ച് പേടിയായി തുടങ്ങിയപ്പം. എങ്ങാനും അവിടെ എങ്ങാനും കൊണ്ടാൽ ഇപ്പം നമുക്ക് കണ്ടിന്യൂറ്റി പ്രശ്നമാവും. കണ്ടിന്യൂറ്റി പ്രശ്നം, പിന്നെ ഈ വേദന വെച്ചോണ്ട് കംപ്ലൈന്റ്. അതെ, അപ്പം അങ്ങനെയൊക്കെയുള്ള
എവറിത്തിങ് വിൽ ബി ഓക്കെ. ഇത് വിശ്വസിക്കുന്ന ഒരാളാണോ? ഡെഫിനറ്റ്ലി ഞാൻ ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ ടെൻഷൻ എടുത്താലും ബാക്കിയുള്ളവർക്ക് അത്രയും ടെൻഷൻ ഞാൻ കൊടുക്കാറില്ല. ഇതെല്ലാം നമ്മുടെ 3 Idiots പരിപാടിയാണല്ലോ. ഓൾ ഈസ് വെൽ All is well. അല്ലേ? അതിന്റെ ഒരു വേറെ സാധനമല്ലേ എവറിത്തിങ് വിൽ ബി ഓക്കെ. One more card. എനിക്കിപ്പോ മനസ്സിലായി എന്താണ് ജോക്സ് എന്ന് ബേസിക്കലി. ലാസ്റ്റ് വൺ. ജംപ് ഇൻ. ജംപ് ഇൻ ടു കൺക്ലൂഷൻസ് അതാണോ? ജംപ് ഇൻ ടു കൺക്ലൂഷൻ, ജംപ് ഇൻ ടു സംതിങ്. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തു, ജംപ് ഇൻ ചെയ്തു, അല്ലെങ്കിൽ ജംപ് ഇൻ ചെയ്യാൻ പോകുന്നു. What happens is that there are some shows where if they invite us as guests, അവിടെ പോയിട്ട് സംസാരിക്കാൻ പറഞ്ഞത് ഇപ്പം നമുക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓക്കെ വി ഹാവ് ഗോട്ട് ദ ഫ്രീഡം ഓഫ് ടൈം അല്ലേ? അവിടെ ആ ഒരു ഇതില്ല, ഒരു ഇത്രയും സമയം ചിലപ്പം ഇടയ്ക്ക് ഒരു ഇൻട്രാക്ഷൻ ആയിരിക്കും വരുന്നത്. അവിടെ എങ്ങനെ അപ്പം അവർ തന്നെ പറയുന്നത് അത് എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ പഴയ വല്ല തമാശകളോ ലൊക്കേഷനിൽ നടന്ന വല്ല തമാശകളോ ഒക്കെ പറയണമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കിതൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ല. ഇറ്റ്സ് എ കൺസേൺ ആക്ച്വലി. എൻ്റെ പോലെ കോമഡി റോൾസും ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഓക്കെ, അതിൻ്റെ കാരണം ഇറ്റ് വാസ് വെൽ റിട്ടൺ ബൈ ദ റൈറ്റേഴ്സ്, വെൽ മെയ്ഡ് ബൈ ദ ഫിലിം മേക്കേഴ്സ്, എക്സിക്യൂട്ടഡ് ബൈ ദി ആക്ടർ. ബിക്കോസ് ഇത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് നമുക്കൊരു ഇതിൽ തരുവാണല്ലോ, താലിയിൽ തരുവാണല്ലോ. ഇത് നമ്മളങ്ങ് കഴിച്ച് എക്സിക്യൂട്ട് ചെയ്താൽ മതി. മറ്റേത് നമുക്ക് തന്നെ ജനറേറ്റ് ചെയ്യണം. ഇപ്പം ഇഫ് യു ആർ ആസ്കിങ് മീ ദിസ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ ക്ലീഷേ ക്വസ്റ്റ്യൻ. ഭരതനാട്യം ലൊക്കേഷനിൽ നടന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ അവിടെ പല കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടന്ന് കാണും. ഇത് ഒന്നാമത് നമുക്ക് ആ സിറ്റുവേഷനിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത് കാണും. അതിപ്പം പിന്നെ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും കുറച്ച് മസാലയൊക്കെ ചേർത്താൽ ചിലപ്പോൾ അതൊരു നല്ലൊരു ബിൽഡപ്പ് ആകുള്ളൂ. അപ്പം അതിലേക്ക് ചിലപ്പോൾ എത്തൂല, അപ്പോൾ അത് ചീഞ്ഞു പോകും. പിന്നെ നമ്മൾ വേറെ ഇപ്പം അത് ഞാൻ പറഞ്ഞു വന്നിട്ട് ചീഞ്ഞു പോയാൽ പിന്നെ ഞാൻ വേറൊന്നും പറഞ്ഞു കാണില്ല. അപ്പം അത് തന്നെ ടെലികാസ്റ്റിലും വരും. അതോടെ നമ്മൾ തീർന്നു അല്ലേ? ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇപ്പം എന്താണ് വളരെ രസകരമായിട്ട് ഇപ്പം രമേഷ് പിഷാരടി പോലത്തുള്ള ആൾക്കാരൊക്കെ എന്ത് രസമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഭയങ്കര ടാലൻ്റാണ്, ഇമ്മൻസ്ലി ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു മലയാളിയാണ് രമേഷ് പിഷാരടി അല്ലേ? അപ്പം അതുപോലത്തെ അതിൻ്റെ ഒരു 5% 1% അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കും. എന്നുവെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. പക്ഷേ രമേഷിന് അതുകൊണ്ട് വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പുള്ളി എവിടെ പോയാലും ആൾക്കാർ ഇപ്പം എന്തെങ്കിലും തമാശ പറയുമെന്ന് വിചാരിക്കും. ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിൽ ഒരു അവാർഡ് ഫംഗ്ഷൻ പോയായിരുന്നു. അപ്പം അവിടെ ചെന്ന് മീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേ ചിരിച്ചോണ്ടാ മീറ്റ് ചെയ്തത്, അടുത്തവർ എന്തെങ്കിലും വരുമെന്ന് പറഞ്ഞോട്ടെ. എപ്പോഴും തമാശ പറഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു ഇതുണ്ട്. എൻ്റെ അടുത്ത് പിന്നെ അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ സേഫാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി പുതിയ പുതിയ എന്താ പറയാ മേച്ചിൽപ്പുറങ്ങൾ അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? അതേത് അവിടെ ഒരാൾ പറയുന്നുണ്ട്. അതെയല്ലേ, എല്ലാം വരട്ടെ താണ്ടട്ടെ അല്ലേ? ഓക്കെ, wish you the very very best and thank you so much Saiju. It was lovely catching up ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. Thank you ധന്യ.